നാം എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് വന്നു ചേരും എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ഈ കഥ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ. റോമാ സാമ്രാജ്യത്തിലെ മനോഹരമായ ഒരു ഗ്രാമം. അവിടെ തൻ്റെ വീടിൻ്റെ ഉമ്മറപ്പടിയിലിരുന്ന് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുമകനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മുത്തശ്ശി. ആ മുത്തശ്ശിക്ക് എന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്തു വന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചുമകനോട് ആ മുത്തശ്ശി പറഞ്ഞു, എനിക്കെന്തോ ഒരു വല്ലായ്മ ഫീൽ ചെയ്യുന്നു. നമ്മുടെ ഈ ഗ്രാമത്തിന് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ ഒരു തോന്നൽ. അത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ കൊച്ചുമകൻ മുത്തശ്ശിയോട് പറഞ്ഞു, മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതായിരിക്കും. കുറച്ചു കഴിഞ്ഞ് ആ കൊച്ചുമകൻ തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം കളിക്കാൻ വേണ്ടി തൊട്ടടുത്തുള്ള മൈതാനത്തേക്ക് പോയി. അന്ന് എന്ത് സംഭവിച്ചെന്നറിയില്ല. കളിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കളികളിലും എന്നും വിജയിച്ചു കൊണ്ടിരുന്ന ആ കുട്ടി പരാജയപ്പെടുകയായിരുന്നു. ഇത് കണ്ട് അവന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ അവനോട് ചോദിച്ചു, നിനക്കിന്ന് എന്ത് പറ്റി? അവൻ പറഞ്ഞു, എന്താണ് സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്റെ മുത്തശ്ശി ഇന്ന് എന്നോട് പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഗ്രാമത്തിന് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത്. കളി കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. അന്ന് അവനോട് കളിച്ച് ജയിച്ച അവന്റെ സുഹൃത്ത് വീട്ടിലെത്തിയപ്പോൾ അത്ഭുതത്തോടെ അവന്റെ അമ്മ അവനോട് ചോദിച്ചു, ഇന്ന് എന്ത് പറ്റി? എന്നും പരാജയപ്പെടുന്ന നീ ഇന്ന് എല്ലാ കളികളിലും വിജയിച്ചല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, എന്താണ് സംഭവിച്ചെന്നറിയില്ല, പക്ഷെ ഇന്ന് എന്നോട് പരാജയപ്പെട്ട ആ കുട്ടി എന്നോട് പറയുകയുണ്ടായി, അവന്റെ മുത്തശ്ശി ഇന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടത്രേ ഈ ഗ്രാമത്തിന് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു. അമ്മ ഇത് കേട്ട് ചിരിച്ചു തള്ളി. പക്ഷെ എങ്കിലും അമ്മയുടെ മനസ്സിൽ എന്തോ അകാരണമായ ഒരു ഭീതി പടരുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയ ആ അമ്മ തൊട്ടടുത്തുള്ള പലചരക്ക് കടയിൽ പോയി പലചരക്ക് കടക്കാരനോട് പറഞ്ഞു, ഇന്നെനിക്ക് ഞാൻ വാങ്ങുന്ന എല്ലാ സാധനങ്ങളും കൂടിയ അളവിൽ വേണം. അത് കേട്ട് ആ പലചരക്ക് കടക്കാരൻ ആ സ്ത്രീയോട് ചോദിച്ചു, എന്ത് പറ്റി? നിങ്ങളുടെ വീട്ടിൽ അതിഥികൾ ആരെങ്കിലും വരുന്നു? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അതിഥികളൊന്നും വരുന്നില്ല, പക്ഷേ നമ്മുടെ ഗ്രാമത്തിന് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ സംഭരിച്ചു വെക്കാം എന്ന് കരുതി. സാധനങ്ങൾ വാങ്ങി പുറത്തിറങ്ങിയ ആ സ്ത്രീ കടയിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ അവിടെ കണ്ട തൻ്റെ സുഹൃത്തുക്കളെല്ലാവരോടും പറഞ്ഞു, നമ്മുടെ ഗ്രാമത്തിന് അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നു, വേണമെങ്കിൽ സാധനങ്ങളൊക്കെ കുറച്ച് സംഭരിച്ചു വെച്ചു. ആ വാർത്ത കേട്ട അവരൊക്കെ അപ്പോൾ തന്നെ ആ കടയിൽ പോയി കൂടിയ അളവിൽ സാധനങ്ങൾ വാങ്ങി തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങി. ഉച്ചയാകുമ്പോഴേക്ക് തന്നെ ആ കടയിലെ സാധനങ്ങളൊക്കെ കാലിയായപ്പോൾ ആ കടക്കാരൻ കടപൂട്ടി തൊട്ടടുത്തുള്ള പട്ടണത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു, കൂടുതൽ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ഇതൊക്കെ കണ്ടു നിന്ന ഒരു വീട്ടുകാരൻ കരുതി, ഇനി ഈ ഗ്രാമത്തിൽ നിൽക്കുന്നത് പന്തിയല്ല, ഏതായാലും ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. അയാൾ ഉടനെ തന്നെ ആ വീട്ടിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾക്കെടുത്ത് തന്റെ കാളവണ്ടിയിൽ വെച്ച് ആ ഗ്രാമത്തിൽ നിന്ന് പലായനം ചെയ്യാൻ തീരുമാനിച്ചു. അയാൾ പുറത്തു കിടക്കേണ്ട താമസം ഇത് കണ്ടു നിന്ന മറ്റൊരു വീട്ടുകാരനും ഇനി ഈ ഗ്രാമത്തിൽ നിൽക്കുന്നത് പന്തിയല്ല എന്ന് കരുതി തന്റെ കാളവണ്ടിയിൽ കയറി അടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി ആ ഗ്രാമവാസികളൊക്കെ അടുത്ത പട്ടണത്തിലേക്ക് പലായനം ചെയ്യുകയായിരുന്നു. ഒടുവിലായി ആ ഗ്രാമത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഒരു ഗ്രാമവാസി ഇനി ഏതായാലും ഈ വീടിങ്ങനെ പൂട്ടിക്കിടക്കുന്നതിൽ വലിയ കാര്യമില്ല എന്ന് കണ്ട് തൊട്ടടുത്തുള്ള ഒരു വൈക്കോൽ കൂനയിൽ നിന്ന് ഒരു വൈക്കോൽ വലിച്ചെടുത്ത് അതിൻ്റെ അറ്റത്തൊരു തിരികൊളുത്തി തൻ്റെ വീട്ടിന് നേരെ വലിച്ചെറിയുകയായിരുന്നു. നിമിഷ നേരം കൊണ്ട് തന്നെ അയാളുടെ വീട് കത്തിച്ചാമ്പലായി. ആ വീട്ടിൽ നിന്നുള്ള തീ തൊട്ടടുത്ത വീട്ടിലേക്ക് പടർന്ന് അങ്ങനെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് തന്നെ ആ ഗ്രാമം മുഴുവൻ കത്തി ചാമ്പലാവുകയായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഗ്രാമത്തിൽ നിന്ന് ഒടുവിലായി പുറത്തേക്ക് കിടക്കുന്ന ആ മുത്തശ്ശി അവസാനത്തെ കാളവണ്ടിയിലിരുന്ന് തൻ്റെ കൂടെയുള്ള മറ്റു ഗ്രാമവാസികളോട് പറഞ്ഞു, ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ ഈ ഗ്രാമത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന്, ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ മുത്തശ്ശി ചിരിക്കുകയായിരുന്നു. അത് കേട്ട കൂടെയുള്ള ഗ്രാമവാസികൾ തലയാട്ടിക്കൊണ്ട്, അതെ, മുത്തശ്ശി പറഞ്ഞത് തന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞു. ഈ കഥ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്താണ്? നിഷേധ ചിന്തകൾ ഒരു കാട്ടുതീ പോലെയാണ്. ഒരു തരിമതി ആളിപ്പടർന്ന് വെന്ത് വെണ്ണീറാവാൻ.